എത്ര മെഡിസിൻസ് എടുത്തിട്ടും വിട്ടുമാറാത്ത തലവേദന നിങ്ങൾക്കുമുണ്ടോ? ദിവസത്തിലധികം നേരവും മൊബൈൽ ഫോൺ നോക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? മണിക്കൂറുകളോളം അടുക്കളയിൽ ചിലവഴിക്കുന്ന ഒരു വീട്ടമ്മയാണോ നിങ്ങൾ? അതോ ഒരു IT ഫീൽഡ് വർക്കറാണോ? ഈ തലവേദന നിങ്ങൾക്കും വരാം. എല്ലാ തലവേദനയും മൈഗ്രെയിൻ അല്ല. പരിഹാരം. Hello everyone, I am Shahana, professional physiotherapist, and I am here to share some interesting health topics in front of you. Okay, let's start. എത്ര മെഡിസിൻസ് എടുത്തിട്ടും അല്ലെങ്കിൽ എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും വിട്ടുമാറാത്ത തലവേദന ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാകാം. അന്നത്തെ പേരും അത് മൈഗ്രെയിൻ എന്ന പേര് വിളിക്കുന്നവരായിരിക്കും. എന്നാൽ എല്ലാ തലവേദനയും മൈഗ്രെയിൻ അല്ല. നമ്മൾ മണിക്കൂറുകളോളം അടുക്കളയിൽ ചിലവഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു IT ഫീൽഡ് വർക്കർ ആണെങ്കിൽ ലോങ് ഹവേഴ്സ് ഡ്യൂട്ടി ഉള്ളവരായിരിക്കും. അതുപോലെ തന്നെ ടീച്ചിങ് ഫീൽഡോ ഡെൻറ്റിസ്റ്റോ അങ്ങനെ ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലോങ് ഹവേഴ്സ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആവട്ടെ, അല്ലെങ്കിൽ ലോങ് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാവട്ടെ, ഇങ്ങനെയുള്ള പലർക്കും നമുക്ക് ഈ സിംറ്റംസ് കണ്ടുവരുന്നുണ്ട്. എന്നാൽ തലവേദന മാത്രമല്ല പലരുടെയും സിംറ്റംസ്. കയ്യിലേക്ക് വേദന, കയ്യിലേക്ക് തരിപ്പ്, ഫിംഗേഴ്സ് വരെ തരിപ്പ്, കൈ കൊണ്ട് പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള പല ക്ലിനിക്കൽ ഫീച്ചേഴ്സും അവരിൽ ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? അതായത് നമുക്കറിയാം, കിച്ചണിലാണെങ്കിലും മറ്റേത് ഫീൽഡിലാണെങ്കിലും നമ്മൾ ലോങ് ഹവേഴ്സ് ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും. അതുപോലെ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നെക്ക് മസിൽസും ഷോൾഡർ ഗഡിൽ മസിൽസുമാണ്. ഈ മസിൽസാണ് നമ്മുടെ ഹെഡിനെ സ്റ്റഡിയായി നിർത്താനും നമ്മൾ അപ്പർ ലിംബ് ആക്ടിവിറ്റീസ്, അതായത് കൈകളുടെ ആക്ടിവിറ്റീസ് പൂർണ്ണമായും കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ കിച്ചണിലാണെങ്കിലും നമ്മൾ വേറെ ഏത് ഫീൽഡിലാണെങ്കിലും നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുകയോ റെസ്റ്റ് എടുക്കുകയോ ചെയ്യുന്നുണ്ടാവില്ല. നമ്മുടെ ജോലി പെട്ടെന്ന് തീർക്കുക എന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്കോ റെസ്റ്റോ സ്ട്രെച്ചിങ്ങോ ഒന്നും ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ടൊരു മസിൽസിനെ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ അവിടെ ഓവർ യൂസ് അല്ലെങ്കിൽ റെപ്പിറ്റേറ്റീവ് മൂവ്മെൻറ്റ്സ് ആണ് നടക്കുന്നത്. അതായത് ഒരു മസിലിനെ കൊണ്ട് തന്നെ നമ്മൾ റെപ്പിറ്റേറ്റീവായിട്ട് മൂവ്മെൻറ്റ് സംഭവിക്കുമ്പോൾ അവിടെ മസിൽസിൻ്റെ ടൈറ്റനിങ് സംഭവിക്കുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ പോസ്ചർ ഒരിക്കലും കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. പോസ്ചർ മീൻസ് നമ്മുടെ പൊസിഷൻ. നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളെ പൊസിഷൻ കറക്റ്റ് ആക്കിയിട്ടായിരിക്കില്ല നമ്മൾ ഒരിക്കലും ജോലി ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഒരു ഫോണ് നോക്കുകയാണെങ്കിൽ പോലും കുറച്ചധികം നേരം ഫോൺ നോക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഹെഡ് മുന്നോട്ടേക്ക് വരുന്നുണ്ട്. അത് ഷോൾഡർ മസിൽസിനെ സ്ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കിച്ചണിലാണെങ്കിലും നമ്മൾ അറിയാതെ തന്നെ ഇംപ്രോപ്പർ പൊസിഷനിലായിരിക്കും ജോലി ചെയ്യുന്നത്. ഇംപ്രോപ്പർ പോസ്റ്ററിൻ്റെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ IT ഫീൽഡ് നോക്കുകയാണെങ്കിൽ അവിടെ സീറ്റിംഗ് എർഗോണമിക്സ് ഉണ്ട്. അതുപോലെ ആയിരിക്കില്ല, ഇംപ്രോപ്പറായിട്ടായിരിക്കും മിക്കവരും വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഹെഡും സിസ്റ്റവും തമ്മിൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യണം. അതുപോലെ തന്നെ ബാക്ക് റെസ്റ്റുള്ള ചെയർ, ഈ ആംറെസ്റ്റുള്ള ചെയർ, അങ്ങനെ പല ഡിസ്റ്റൻസ് വരെ മെഷർ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഈ ഒരു രീതിയിലൊന്നും ആയിരിക്കില്ല അവിടെ ഇരിക്കുന്നതോ ജോലി ചെയ്യുന്നതോ ഒന്നും. അതുകൊണ്ട് തന്നെ നമ്മൾ ഷോൾഡർ ഗഡിൽ മസിൽസ് അതുപോലെ തന്നെ നെക്ക് മസിൽസും നമ്മൾ ജോലി ചെയ്യുമ്പോൾ വല്ലാതെ സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മസിൽസിൻ്റെ ഓവർ യൂസും ഇംപ്രോപ്പറായിട്ടുള്ള പോസ്ചറും അതുപോലെ തന്നെ റെപ്പിറ്റേറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ്സും വരുമ്പോൾ ഇത് മസിൽ ഫൈബേഴ്സിൻ്റെ ഇടയിൽ ഒരു നൊഡ്യൂൾ പോലെ ട്രിഗർ പോയിന്റ് ഫോർമേഷനിലേക്ക് ലീഡ് ചെയ്യും. ഈ ട്രിഗർ പോയിന്റ് ആ പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമല്ല ബാക്കിയുള്ള ഭാഗത്തേക്ക് റേഡിയേറ്റിംഗ് പെയിനായിട്ട് പെയിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. ഓരോ ഇൻഡിവിജ്വൽ മസിൽസിനും ട്രിഗർ പോയിന്റ്സ് ഉണ്ടാവും. നമ്മൾ ഏത് മസിലാണ് ഓവർ യൂസ് ചെയ്യുന്നത്, ഏത് മസിൽസാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഓരോരുത്തർക്കും ട്രിഗർ പോയിന്റ് ഫോം ചെയ്യുക. ഇത് മസിൽസിനെ മാത്രമല്ല അതിൻ്റെ ഇടയിലൂടെ പോകുന്ന നെർവ്സിനെയും ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ മസിൽസും നെർവ്സും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു രീതിയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ എത്ര മെഡിസിൻസ് എടുത്തിട്ടും എത്ര പെയിൻ കില്ലേഴ്സ് കഴിച്ചിട്ടും പെയിൻ മാറാത്തത്. കാരണം കില്ലേഴ്സിൻ്റെ എഫക്റ്റിലെടുത്തുകൾക്കാണ് നമുക്ക് പെയിൻ മാറുന്നു. എന്നാൽ ആ ട്രിഗർ പോയിന്റ് അവിടെ തന്നെയുണ്ട്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും പെയിൻ അനുഭവപ്പെടുന്നു. കാരണം ആ ട്രിഗർ പോയിന്റ് റിലീസ് ചെയ്ത് മാറ്റാത്തത് കൊണ്ട്. നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് ഇതിന് കൊടുക്കുന്നത്? ഫസ്റ്റ് വരുന്നത് സിംറ്റംസ് ഇൻക്രീസ് ചെയ്യുന്ന കാര്യങ്ങൾ കുറയ്ക്കുക എന്നതാണ്. അതായത് നമ്മൾ പ്രോപ്പർ പൊസിഷനിൽ വർക്ക് ചെയ്യുക, പോസ്റ്റർ കറക്റ്റ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് പെയിൻ റിലീഫാണ്. അതായത് ട്രിഗർ പോയിന്റുള്ള ആ പ്രോപ്പർ പൊസിഷനിൽ നല്ല പെയിനും സ്വെല്ലിംഗ് ഉണ്ടാവും. ആ പെയിൻ റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ MH അഥവാ ചൂട് വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇലക്ട്രോതെറാപ്പി എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് പെയിനും അതുപോലെ തന്നെ സ്വെല്ലിങ്ങും കുറയ്ക്കാൻ പറ്റും. അടുത്തതാണ് നമ്മുടെ ട്രിഗർ പോയിന്റ് റിലീസ്. അതായത് നമ്മുടെ ഫോം ചെയ്ത ട്രിഗർ പോയിന്റിനെ റിലീസ് ചെയ്ത് കളയുക എന്നതാണ്. അത് നമുക്ക് മാനുവലി ചെയ്യാം, അതായത് കൈകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് നമുക്കത് റിലീസ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് വരുന്നത് MFR ടെക്നിക്കാണ്, അഥവാ മയോഫേഷ്യൽ റിലീസ്. അതായത് നമ്മുടെ സ്കിന്നിൻ്റെ അടിയിൽ മയോഫേഷ്യ എന്ന് പറയുന്ന ഒരു ബാൻഡ് ഉണ്ട്. അതും നമ്മുടെ മസിലിനോടൊപ്പം ടൈറ്റ് ആയിട്ടുണ്ടാവും. ആ മയോഫേഷ്യനെ റിലീസ് ചെയ്യുക.
അടുത്തത് വരുന്നത് സ്ട്രെച്ചിങ്, അതായത് നമ്മുടെ ടൈറ്റായി പോയിട്ടുള്ള മസിൽസിനെ സ്ട്രെച്ച് ചെയ്തിട്ട് പ്രോപ്പർ പൊസിഷനിലാക്കുക എന്നതാണ്. IT ഫീൽഡിലോ അല്ലെങ്കിൽ ഒരു ലോങ് ഡ്രൈവറോ ആണെങ്കിൽ അവരുടെ പോസ്ചർ തന്നെ റൗണ്ട് ഷോൾഡർ ആയിട്ടൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രെച്ചിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് വരുന്നത് സ്ട്രെങ്തനിങ് ആണ്, അതായത് മസിൽസിന് ഓരോ ഇൻഡിവിജ്വൽ മസിൽസിനും ഓരോ സ്ട്രെങ്തനിങ് എക്സസൈസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ ഏത് മസിൽസിനാണ് സ്ട്രെങ്ത് കുറവ് അത് നോക്കിയിട്ട് നമ്മുടെ ആ പെർട്ടിക്കുലർ മസിൽസിന് സ്ട്രെങ്തനിങ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓരോ ഇൻഡിവിജ്വൽ മസിൽസിനും ഓരോ സ്ട്രെങ്തനിങ് എക്സസൈസ് ആയിരിക്കും. അപ്പോൾ ആസ് എ ഫിസിയോതെറാപ്പിസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള സിംറ്റംസ് വരുമ്പോൾ ഹെഡേക്ക്, കയ്യിലേക്ക് തെരിപ്പ്, ഷോൾഡർ പെയിന്, വെറുതെ പെയിൻ കില്ലേഴ്സ് കഴിക്കാതെ എന്താണ് കൃത്യമായ കാരണം കണ്ടെത്തി ട്രീറ്റ് ചെയ്യുക. താങ്ക് യു.